എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ വെറുതെ പാരായണം ചെയ്താ പോരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഖത്തം ഓതി തീർത്താ പോരാ. എന്റെ പൊന്നു പെങ്ങള്, ഉസ്താദേ ഞാൻ ഒരുപാട് ഖത്തം തീർത്തിട്ടുണ്ട്. ഉമ്മമാര് പറയുകയാ, സഹോദരിമാര് പറയുകയാ, എന്നാ പെങ്ങള് വെറുതെ ഓതി തീർത്താ പോരാ. ആ ഓതുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചു പോതണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ എന്താണ് പറയുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കണേ. ആ ചിന്ത എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വന്നാൽ പടച്ചവനെ ഉണ്ടാക്കുന്ന മാറ്റം എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ നന്നായ ഒരുപാട് പേരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ചരിത്രം അറിയുമോ മോനെ? അറിയുമോ പെങ്ങള്? ഖത്താബിന്റെ മകൻ ഉമർ ആരാണെന്നറിയോ? ഉമറിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? ഒരിക്കൽ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അയൽവാസിയോട് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിക്ക് സ്വഭാവം അറിയുമല്ലോ. ഒരാൾ വന്നിട്ട് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, ഈ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. പടച്ചവനെ, ഉമറിന്റെ ജീവിതം എന്തായിരുന്നെന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവനെ, അല്ലാഹുവേ, കൊച്ചുകുട്ടികളോട് പോലും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാ ഭയമാടോ? കരയുന്ന കുഞ്ഞുങ്ങൾ പോലും കരച്ചിൽ നിർത്തുമായിരുന്നു. അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് സത്യം ചെയ്യുകയാണ്, ഞാനിനി മുഹമ്മദിനെ കൊന്നിട്ടല്ലാതെ മടങ്ങി വരൂല എന്ന് പറഞ്ഞ് കൊല്ലാൻ പോവുകയാണ്. അവന് ഞാൻ പുതിയ മതവുമായിട്ട് വന്ന മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാ. അപ്പോഴാണ് വന്ന മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം പെങ്ങള് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. നിന്റെ കൂടപ്പറപ്പിനെ പോയി നന്നാക്കടാ. തന്റെ സഹോദരി മുസ്ലിമായി എന്നറിയുമ്പോ അതാ ഉമർ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ, വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് ഫാത്തിമാനെ എടുത്തങ്ങ് തല്ലുകയാ. തന്റെ കൂടപ്പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പെങ്ങളെ, തന്റെ സ്വന്തം സഹോദരി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ഉമറൊന്ന് ശാന്തനാവുകയാണ്. ഉമറിന്റെ മനസ്സൊന്ന് പതറുകയാണ്. ഉമർ ചോദിച്ചു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ നീ എന്തോ പാടുന്നത് ഞാൻ കേട്ടല്ലോ ഫാത്തിമ, അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അതാ ഫാത്തിമ പറയുന്നു, ഞാൻ ഊതിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. ഉമർ പറഞ്ഞു, എനിക്കൊന്ന് ഓതിത്തരാൻ. പോയി വൃത്തിയായിട്ട് വരാൻ പറയുകയാണ്. ഉമർ ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ആ സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകളുണ്ടല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഉമർ ഇബ്നുൽ ഖത്താബിന് ഓതി കൊടുക്കുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ മുമ്പില് ആ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുക്കുമ്പോ ഉമർ ചിന്തിക്കുന്നു, അല്ലാ, ആ ഖുർആൻ എവിടെന്ന് കേട്ടപ്പോ ഉമർ ചിന്തിക്കാൻ തുടങ്ങിയടോ. നിബിതങ്ങളെ കൊല്ലാമെന്ന ഉമറിന്റെ പവറങ്ങ് പോയടോ. ഇറങ്ങിയില്ല ഹദ്റത്തി റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു വരികയാണ്. പടച്ചവനെ, ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്തിന് ഭയമായടോ. ഇസ്ലാമിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. ഉമർ വരുന്നത് കണ്ടപ്പോ അവർക്ക് പേടിയായി. കാരണം വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. വേറെ ആരാണെങ്കിലും അവർക്ക് ഭയമില്ല. ഉമറാണ് കടന്നു വരുന്നത്. ഉമറാണ് കടന്നു വരുന്നത്. തന്റെ വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കുന്നത് അടുത്തവന്റെ അടിവയറ്റില് കയറ്റിയിട്ടാണ്. ആ ഉമറാണ് കടന്നു വരുന്നത്. എല്ലാവരും ഭയന്നു നിൽക്കുമ്പോ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ തടയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിനെ തടയുകയാണ്. അന്നാദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്കിതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങിപ്പോകാം. നീ മുസ്ലിമാകാമെന്നതാണോ? ഇതിനകത്ത് കയറി നബിതങ്ങളെ കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ട് ജീവനോടെ പോകാവോ? അല്ല, റസൂലുള്ളാഹിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ല ഉമർ, ജീവനോടെ പോകില്ല ഉമർ. ഉമർ ഭയന്നു പോയടോ, ഉമർ ഭയന്നു പോയടോ. പിന്നീട് ഒരിക്കൽ ഉമർ തന്നെ ചോദിക്കുന്നു, നിനക്കാ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന്? ഈമാനുറച്ച ധൈര്യം വരുമടോ, ഈമാനുറച്ച ധൈര്യം വരുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഉമർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാറ്. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ പെടുന്ന മാറ്റം വന്നടോ. എന്നാ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ചോദിക്കട്ടെ, നീ എത്രയോ ആയത്തുകൾ കേട്ടല്ലോ, എത്രയോ സൂറത്തുകൾ കേട്ടല്ലോ, എത്രയോ സൂറത്തുകൾ പഠിച്ചല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നീ എത്രയോ ഓതി പെങ്ങള്, എത്രയോ ആയത്തുകൾ ഓതികെട്ട് ഉസ്താദന്മാരർത്ഥം പറയുന്നത് കേട്ടല്ലോ. ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. എന്തേ നന്നാകാത്തത്? എന്തേ തലമറയ്ക്കാത്തത്? എന്തേ നീ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത്? എന്തേ നീ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നത്? പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ മരണവും ഖബറും നരകവും മശ്റയും സിറാത്തും മീസാനും ഒന്നും ചിന്തയില്ലാത്ത രീതിയിൽ കഴിയുന്നതെങ്കേ പെങ്ങളോ? എന്തേ വാപ്പമാര് നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരുടെ സങ്കടം എന്താ? ഉസ്താദേ, എന്റെ മക്കൾ എന്തേ നന്നാകാത്തത്? അവന് കഞ്ചാവടിക്കുന്നല്ലോ, അവൻ എന്നെ തല്ലാൻ കൈപൊക്കുന്നല്ലോ, അവൻ ഉമ്മാനെ ചീത്ത വിളിക്കുന്നല്ലോ. എന്റെ മകന് 15, 20, 25 വയസ്സല്ലേ ആയുള്ളൂ. എന്തേ ഉസ്താദേ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ ഏറ്റവും വലിയ സങ്കടം എന്റെ മക്കളാണ് എന്ന് പറയുന്ന വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എന്നാൽ ഈ സദസ്സിലെ ചില മക്കളുണ്ട്, അവരുടെ സങ്കടം എന്തെന്നറിയുവോ? ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ അല്ലാ. 40 വയസ്സ് കഴിഞ്ഞ ഏതൊരു മനുഷ്യനും നന്നാകുമല്ലോ. എന്റെ വാപ്പയ്ക്ക് 50 കഴിഞ്ഞു, വാപ്പയുടെ മുടി നരച്ചു, വാപ്പയ്ക്ക് ഒരുപാട് രോഗമായി, ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ ഉമ്മ തലമറയ്ക്കുന്നില്ലല്ലോ. അവിടുത്ത ചീത്ത പറയുകയാ, ശപിക്കുകയാ, നിസ്കരിക്കാറില്ല. എന്ത് രീതിയാണ് എന്റെ ഉമ്മ ചെയ്യുന്നത്? എന്റെ ഉമ്മയുടെ കൂടപ്പറപ്പുകൾ വരെ ഖബറിലെത്തിയല്ലോ, കൂടെ പഠിച്ചവരും മരിച്ചല്ലോ. എന്നിട്ടും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ. എന്താണ് സങ്കടമല്ലേ സഹോദരാ? ഉസ്താദേ, എത്ര വഅദ് പറഞ്ഞു ഉസ്താദേ, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എവിടെല്ലാം കൊണ്ടുപോയി ഉപദേശിച്ചു. എന്നിട്ടും ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരുടെ ഉമ്മമാരുടെയും സങ്കടം മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ നിങ്ങളെ ട്രെൻഡ്, നിങ്ങളെ അപ്പൊ വേണ്ടത് ഉമ്മമാരെയാ മക്കൾ ഇപ്പം വെട്ടിയും കുത്തിയൊക്കെ കൊല്ലുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കിപ്പോ പേടി, പെണ്ണുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പേടിയ കാരണം എന്താ? അടുത്ത റൂമിൽ കിടക്കുന്നവൻ എപ്പോഴാ വരണമെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലാണ്, ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ പരിസരത്താണ് ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് 5 എണ്ണത്തിനെ കൊന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊലപാതകങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കള്ളു കുടിക്കും, കഞ്ചാവ് അടിക്കും, ചിലപ്പോൾ വഴക്കു കൂടും. ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യും. പിന്നെ ആലോചിക്കും, പടച്ചോന് ചെയ്തു പോയല്ലോ. ഇവൻ അങ്ങനെയല്ല. രാവിലെ ഒരെണ്ണത്തിനെ പോയി തട്ടി, എന്നിട്ട് പോയി കുളിച്ച് റെഡിയായി കാപ്പിയെല്ലാം കുടിച്ചു, അടുത്തടുത്ത് പോയിട്ട് അടുത്ത് തട്ടി. പിന്നെ വണ്ടിയൊക്കെ വിളിച്ച് കിലോമീറ്ററുകൾ സഞ്ചരി അപ്പുറം മന്തിയും മേടിച്ചുകൊണ്ട് പോയി അനിയന് കൊടുത്തു, അവനെയും തട്ടി. നോക്കിയേ, അവസാനം എല്ലാത്തിനെയും കൊന്നുകളഞ്ഞിട്ട് ഇനിയിപ്പോ കാമുകി ഓളാണല്ലോ ഉള്ളത്, അവളെ വിളിച്ചിരുത്തിയിട്ട് കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഓള് വെച്ചു, ഇതെല്ലാം കേട്ടിട്ട് ഇനി എന്നാ ചെയ്യൂ, ഇനി എന്നാ ചെയ്യാനോ, നീയും പൊക്കോ, അതിനെയും കൊന്നുകളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഇവൻ കുളിച്ചു റെഡിയായിട്ട് ചിരിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോ വിളിച്ചിട്ട് പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ സഹോദര, എന്താണ് ഈ മനുഷ്യന്മാര്? ഇതുപോലെ ഒരു ക്രൂരമായ കൊലപാതകം. ഓനെ കുറിച്ച് വയ്ക്കുമ്പോ എല്ലാരും പറയണത് നല്ലവനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ എല്ലാരും പറയും കഞ്ചാവ, മയക്കുമരുന്നാണ്. ശരി, എല്ലാരും കഞ്ചാവും മയക്കുമരുന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്നവര് മാത്രമാണോ? നിന്റെ മോൻ നിന്റെ അടുത്ത് ചൂടാകുന്നത് കഞ്ചാവ് അടിച്ചിട്ടാണോ വാപ്പ? ഏതാത്ത 10 വയസ്സല്ലേ ആയുള്ളൂ നിന്റെ മോന്, 10 11 വയസ്സല്ലേ ആയുള്ളൂ. നിന്റെ നേരെ അവൻ തർക്കിക്കുന്നത് അവൻ കഞ്ചാവ് അടിച്ചിട്ടാ? ആലോചിക്കണം ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അതൊക്കെ ഇന്നത്തെ സിനിമകളൊക്കെ അങ്ങനെ ഓരോ പടം കണ്ട് കഴിയുമ്പോൾ കൊട്ടേഷന്റെ നേതാവണമെന്ന കുട്ടികളുടെ ആഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന് അടിസ്ഥാനം? ഉമ്മ തന്നെ ചോദിക്കുന്നു, എന്തേ ഉസ്താദ് ഇവൻ നന്നാകാത്തെ? എന്തെല്ലാം ഉപദേശിച്ചിട്ട് ഇവൻ നന്നാകുന്നില്ലല്ലോ. എന്റെ താത്ത നിങ്ങൾ നന്നാകാത്ത? വയലിന് വല്ല കുറവുണ്ടായിട്ടാണോ? നിങ്ങൾ വയല് കേൾക്കാഞ്ഞിട്ടാ? ലോകത്ത് ഏറ്റവും കൂടുതൽ വയല് കേൾക്കേണ്ടത് നിങ്ങളാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ മൊബൈലിൽ വയലില്ലാത്ത ഏതെങ്കിലും ഒരു താത്ത ഉണ്ടോ? വയലില്ലാത്ത ഏതെങ്കിലും താത്ത? എല്ലാ താത്തമാരുടെ മൊബൈലും വയല. ആ വയലുള്ള മൊബൈലിൽ ബറക്കത്തിനും വേറെ തരുന്നുണ്ട്. അതെന്താന്ന് ഞാൻ പറയണില്ല. ഏതെങ്കിലും ഉസ്താദന്മാരുടെ വയല് കേട്ട് വയലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ചുമ്മാതെ ചിരിച്ചും കളിച്ചും നടന്നാ പോരാ. അള്ളാന്റെ ഖുർആനില് ലോകത്തുള്ള സർവ്വരോടും അള്ളാഹു പറയുന്ന ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ഈ ലോകത്തുള്ള ഖിയാമത്ത് നാള് വരെയുള്ള സർവ്വ മുസ്ലിമും ഓളെ കണ്ടുപഠിക്കാൻ. അതാരാ? ഏതെങ്കിലും നബിയുടെ ഉമ്മയാണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയാണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ മകളാണോ? അല്ല. നിന്നെ പോലെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള്. ആ പെണ്ണിനെ കാണിച്ചിട്ടാ അല്ല പറഞ്ഞ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഓളെ കണ്ടുപഠിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. ആ ഓള് ഒറ്റ വയലേ കേട്ടിട്ടുള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. ലോകത്തുള്ള സർവ്വരോടും കണ്ടുപഠിക്കാൻ അല്ല പറഞ്ഞ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വയലേ കേട്ടിട്ടുള്ളൂ. അതും 1.5 മണിക്കൂർ നീണ്ടു നിന്ന വയലല്ല, തുച്ഛമായ സമയം മാത്രമുള്ള ഒരു വയല് കേട്ടു. ആ വയല് കേട്ട പെണ്ണാണ് അള്ളാഹു മാതൃകയാക്കാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് വയല്. അതാണ് വയലെന്ന് പറഞ്ഞാൽ അതാ. ഇന്നതൊക്കെ മാറി, ഇന്ന് ചൂഷണമായി മാറി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വയലെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പെണ്ണുങ്ങളൊക്കെ രാവും പകലിങ്ങനെ ഇരിക്കും, മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുക. എല്ലാം അല്ലാഹു അലം. പോട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോട്ടെ. ലൈവ് ആയതുകൊണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, പേടിയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും നേരം വെളുക്കുക, ബെഞ്ചും ഡെസ്കും പിടിച്ചിടുക, ഒരു മൊബൈൽ എടുത്ത് വെക്കുക, ഷാൾ എടുത്ത് വെക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് ഓൺലൈൻ ഓണാക്കി ഗൂഗിൾ പേ നമ്പരും കൊടുക്കുക, ഇരുന്നുകൊള്ളുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നല്ല പരിപാടി. അധ്വാനിക്കാനൊന്നും പോണ്ടല്ലോ, കഷ്ടപ്പെടാനൊന്നും പോണ്ടല്ലോ. മൈക്ക് കൊടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കുക. എവിടാ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്. അല്ലാഹു അലം. പടച്ചവനെ, ആത്മീയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം പ്രസവമാണ് ഇപ്പം എല്ലായിടത്തും വിഷയം. സുഖപ്രസവമായ കൊണ്ടുപോകണം, പ്രസവിക്കണേ ആശുപത്രി കൊണ്ടുപോകണം.
തന്റെ ഭാര്യ പ്രസവിക്കാറായ ഒരു ചങ്ങാതി കൊണ്ടുപോയില്ല. ഇപ്പൊ അകത്ത് കിടന്ന് ഉണ്ട തിന്ന ആലോചിക്കുക. ഓന്റെ പേരും സിറാജുദ്ദീൻ എന്ന് എന്നെ എല്ലാരും നോക്കണത് പറഞ്ഞപ്പോ എന്നെ താത്താമാര് നോക്കി ചിരിക്കണ്. കാരണം ആ ചങ്ങായിയുടെ പേര് സിറാജുദ്ദീൻ. എടോ, ഭാര്യക്ക് പ്രസവമായ രോഗിയായ ആശുപത്രി കൊണ്ടുപോകണം. പണ്ടൊക്കെ ഒരു പനി വന്ന ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറയും, ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം ഓതിത്ത ഉസ്താദ്, എന്തോ ഒരു ബുദ്ധിമുട്ട് ഇല്ലേ ഉസ്താദ്, ഈ ചരടൊന്നും ഓതിത്ത പേടിച്ചെന്ന് തോന്നുന്നു ഉസ്താദ്, ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. ഇന്ന് അങ്ങനൊന്നും, ഇന്ന് ഉസ്താദന്മാരുടെ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ വീടിന്റെ അവിടെ ഞാൻ ഒരു വീട്ടിൽ പോയി ഒരാളെ കാണാൻ. ഞാൻ വീട്ടിൽ പോയപ്പോ ഒരാൾ അടുത്ത വീട്ടിലെ താത്ത ഓടി വന്നിട്ട് പറയുന്നു, എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങ് തരാൻ. ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല, ഓതിയ വെള്ളം തരാൻ. അകത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവരതും കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ കഴിഞ്ഞിട്ട് ചോദിച്ചു, മോനെ എന്താ ഈ സംഭവം എന്ന്. അത് ഉമ്മ രാവിലെ ഓൺലൈനിലൂടെ ഓതി വെച്ചതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ദിക്കറും ദുആയും ഇങ്ങനെ ഇരിക്കുക. ഓതിക്കോ, നിന്റെ തലയിൽ ഊത്, എന്തിനാ വേറെ ഊതുന്നു? അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അരെ വയലൊന്നും എൻ്റെ വയലാണെങ്കിൽ കേൾക്കരുത് പെങ്ങളെ. ആവശ്യമൊക്കെ മതി, ഒരുപാട് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. കേൾക്കുന്ന അറിവുകൾ പഠിക്കണം. നീ കേട്ട അറിവ് തന്നെ ഉഹദ് മലയോളം ഉണ്ട്. അത് തന്നെ ചെയ്യാൻ നിനക്ക് സമയമില്ല. വീണ്ടും വീണ്ടും കേൾക്കാം. അൽഹംദുലില്ലാഹ്, നല്ല കാര്യങ്ങൾ ചെയ്യ്, വേണ്ടാന്ന് പറയണില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വഅദ് കേട്ട മഹദിയാണ്. ആരാണ് ആ പെണ്ണെന്നറിയുമോ? ഫിറഔനിന്റെ ഭാര്യയായ ആസിയ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ തന്നതാ ഞാനാണ് അന റബ്ബുകുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയയെ കൊണ്ട് പഠിക്കാനാണ് അല്ലാഹു ഖുർആനിൽ എല്ലാവരോടും പറഞ്ഞത്. ആസിയ ബീവി ജീവിച്ചത് എവിടെയാ പെങ്ങള്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിലാ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ചവനാണ്. കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ടും മതിവരാതെ കടലിൽ പോയി വ്യഭിചരിച്ചവനാ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുവോ? അല്ലാഹ് എന്ന് പറഞ്ഞ തലവെട്ടുന്നവനാ. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, അവനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് പറയുന്നവനെ കൊല്ലുന്നവനാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളഞ്ഞവനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. ആസിയ കേട്ടത് സിറാജിന്റെ വഅദല്ല. ആരുടെ വഅദാണ് കേട്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ് കേട്ടത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് ആസിയയുടെ ഈമാൻ ഉറച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വഅദെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പക്ഷേ വഅദ് പറയുന്നവനും വഅദ് കേൾക്കുന്നവനും നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വഅദ് കേൾക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ചിരിച്ചുകൊണ്ടാ പോകുന്നത്. അല്ലാഹുവേ, പണ്ടൊക്കെ വഅദ് കഴിഞ്ഞു പോകുമ്പോ വഅദിന്റെ മജ്‌ലിസിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുമായിരുന്നു എന്ന കഥകൾ പറയുകയോ ചരിത്രങ്ങൾ പറയുകയോ. പടച്ചവനെ, നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ടു പോകുന്ന വഅദിന്റെ മജ്‌ലിസുകൾ ഉണ്ടോ? എന്നാൽ ഇന്നത്തെ വഅദ് കഴിഞ്ഞു പോകുമ്പോ അല്ലാഹുവേ, തലയിലിട്ടിരിക്കുന്ന ഷാൾ ഊരിയിട്ട് ഫർദ ഇങ്ങനെ കറക്കിക്കൊണ്ടാ പെങ്ങള് പോകുന്നത്. കൂട്ടത്തോടെ തമാശ പറഞ്ഞ ആണുങ്ങൾ പോകുന്നത്. എന്തേ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോഴാടാ നന്നായത്. പെങ്ങളെ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആരാണെന്നറിയുമോ? കൊട്ടേഷന്റെ നേതാവാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു മോനെ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയും അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനം കിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചവനാണ് ഫുളൈല്. അപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, നീ
ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണിനെയും നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുമല്ലോ. എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാമടാ, ധൈര്യമുണ്ടെങ്കിൽ നീ അവളെയൊന്ന് കീഴ്പ്പെടുത്തു. അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ഫുളൈൽ പറഞ്ഞു, ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാ. അല്ലാഹുവേ, ഫുളൈൽ ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാ. തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, അവള് പരിഗണിക്കുന്നില്ലോ. എന്തൊക്കെ ചെയ്തിട്ടും അവള് പരിഗണിക്കുന്നില്ലോ. അവസാനം വാശിയായടോ. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്നത് വല്ലാത്ത പ്രയാസമാണല്ലോ. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈൽ പാതിരാത്രിയാ ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് ഇടിച്ചു കയറി. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറുകയാണ്. അല്ലാഹുവേ, പെണ്ണിനോട് പറഞ്ഞു, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. എന്റെ ആഗ്രഹം മര്യാദയ്ക്ക് നീ സാധിപ്പിച്ചു തരണം. അവസാനം ആ പെണ്ണ് സമ്മതിക്കാതെ വന്നപ്പോ അവിടുന്ന് ബലാത്കാരമായി പിടിക്കുകയാണ്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. ആരോഗ്യവാനായ ഫുളൈലുണ്ടല്ലോ, ആ പെണ്ണിനെ അവിടുന്ന് കീഴ്പ്പെടുത്തി. അവസാനം അവളുടെ രണ്ട് കാലുകളുടെ തുടകൾക്കിടയിലോ ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ തയ്യാറായിരിക്കുമ്പോ പെണ്ണ് കരയുകയാ, പെണ്ണ് കരയുകയാ. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. കൈകാലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്നതാ അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഒരു ഉമ്മ ഓതുകയാണ്. അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഉമ്മ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരായത്തങ്ങ് പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല. രക്ഷപ്പെടാൻ കൈകാലുകൾ കൊണ്ട് ചവിട്ട് മാറ്റിയ പെണ്ണനങ്ങുന്നില്ല. പെണ്ണിങ്ങനെ ഫുളൈലിന്റെ മുഖത്ത് നോക്കുകയാണ്. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സങ്കടത്തോടെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാണ്. ഫുളൈൽ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി പെണ്ണ്? നിലവിളിക്കുന്നില്ലല്ലോ. എന്നെ നീ തള്ളി മാറ്റാൻ പരിശ്രമിക്കുന്നില്ലല്ലോ. എന്തേ നീ സമ്മതിച്ചതാണോ? ഇത്രയും നേരം കിടന്നു ബഹളം വെച്ചല്ലോ, പെട്ടെന്ന് എന്തേ നിന്റെ സ്വഭാവം മാറിയത്? നീ എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരാൻ തീരുമാനിച്ചോ? ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയുമോ? ഫുളൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈല്, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈല്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ ഫുളൈല്? ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് ആനന്ദിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്താറായില്ലേ? ഇനിയെങ്കിലും നിനക്ക് നന്നാകാനായില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈലിന്റെ കണ്ണ് നിറഞ്ഞടോ, ഹൃദയം പിടഞ്ഞടോ. ആ പെണ്ണിന്റെ മുമ്പിൽ നിന്നിറങ്ങി പോവുകയാണ്. ആ ഫുളൈൽ പിന്നെ ആരായി മാറിയെന്നറിയുമോ പെങ്ങള്? നന്നാക്കിയത് ഖുർആനിലെ ഒരു ആയത്താ, നന്നാക്കിയത് ഖുർആനിലെ ഒരായത്താ. പക്ഷേ ഇതുപോലെ നൂറുകണക്കിനായത്ത് നമ്മൾ കേൾക്കുന്നവരാണ്. നന്നാകാൻ പറ്റുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല. നിനക്കറിയണ്ടേ നിന്റെ മോനെ തലതിരിഞ്ഞു പോയതിന്റെ കാരണം എന്താണെന്ന്? നിന്റെ മകളെന്തേ നന്നാകാത്തതിന്റെ കാരണം നിനക്കറിയണ്ടോ? പെങ്ങളെ, നിന്റെ ഭർത്താവ് നേരെയാകാത്തതിന്റെ കാരണം അറിയണ്ടോ? വാപ്പാ, പ്രായമായ
ആയിട്ടും നിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരാത്തതിന്റെ കാരണം നിനക്കറിയണ്ട്. അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ. ചില ചെറുപ്പക്കാർ ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല, നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഞങ്ങളാരും മാറൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് നന്നാകാൻ പറ്റാത്തത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വമൻ അദ്ലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്ന, ആ ഖുർആനിനെ നീ ബഹുമാനിക്കാത്തത് കാരണമാ. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ, അങ്ങനെ കളയാനുള്ളതല്ല മോനെ ഖുർആൻ, അങ്ങനെ കളിയാക്കാനുള്ളതല്ല ഖുർആൻ, നിനക്ക് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല ഖുർആൻ. ആ ഖുർആനിനൊരു പവറുണ്ടോ, അത് അല്ലാഹുവിന്റെ കലാമാ. അത് മരിച്ച വീട്ടിൽ യാസീൻ ഓതാൻ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല. റമളാൻ മാസത്തിന്റെ 27-ാം രാവിലെ പൊടി തട്ടിയെടുക്കാനുള്ള ഗ്രന്ഥം മാത്രമല്ല ഖുർആൻ. നിനക്ക് ആ ഖുർആനിന്റെ വിലയറിയില്ലല്ലോ. തമാശയല്ലേ, കളിയാക്കലല്ലേ, തൊടാറില്ലല്ലോ, ബഹുമാനിക്കാറില്ലല്ലോ. എന്നാൽ ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിലോ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ആ ഖുർആനിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടോ? ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പേര് വെച്ചിട്ട്, അബൂബക്കർ എന്ന പേര് വെച്ചിട്ട്, ആയിഷ എന്ന പേര് വെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരുപാട് ആണുങ്ങളുണ്ടല്ലോ. അവര് ട്രോളുകയാണ്, അവര് പരിഹസിക്കുകയാണ്, അവര് കളിയാക്കുകയാണ്. അവന്റെ പേര് അബൂബക്കർ എന്ന, അവന്റെ പേര് സിറാജ് എന്ന, അവളുടെ പേര് ഖദീജ എന്ന, അവളുടെ പേര് ഫാത്തിമ എന്ന. പടച്ചവനെ, ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് ചാനലുകളിൽ കയറിയിരുന്നിട്ട്, പടച്ചവനെ സോഷ്യൽ മീഡിയ കയറിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇത് കാണുമ്പോ നമുക്ക് സങ്കടമല്ലേ? എന്തേ ഇവരിങ്ങനെ ആയിപ്പോയത്? എന്തേ ഇവൻ നന്നാകാത്തത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. നന്നാകില്ല വാപ്പാ, നന്നാകില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഉസ്താദന്മാരിയ്ക്കുന്നല്ലോ, മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്നല്ലോ. അല്ലാഹു പറയുകയാ, ഒരു കാലത്തും നന്നാകില്ല, ഒരു കാലത്തും അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, ഒരു കാലത്തും അവർക്ക് ഹിദായത്ത് കിട്ടൂല. ഞാൻ പറഞ്ഞതല്ല, നീ വഅദ് പറയാൻ കൊണ്ടുവരുമല്ലോ, തലതിരിഞ്ഞ മക്കളെ കൊണ്ടുവന്ന് വഅദ് കേൾക്കാൻ ഇരുത്തുമല്ലോ. എത്ര തൊണ്ടപൊട്ടി പറഞ്ഞാലും കേൾക്കൂല, എത്ര കരഞ്ഞാലും കാണൂല, എന്തൊക്കെ ഉപദേശം കൊടുത്താലും അവര് കേൾക്കുകയില്ലടോ. അതിന്റെ കാരണം എന്താ? വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹ്
അല്ലാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പേടിക്കണേ ഉമ്മമാരെ, പേടിക്കണേ ഉപ്പമാരെ. അല്ലാഹു പറയുകയാണ് ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എത്ര കരഞ്ഞാലും എത്ര വഅദ് പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല. അതിന്റെ കാരണം നീ പറയുന്നത് അവര് കേൾക്കൂല. വാപ്പാ നീ പറയുന്നത് അവര് കേൾക്കൂല. ഉസ്താദേ നിങ്ങൾ പറയുന്നത് അവര് കേൾക്കൂല. കാരണം അവരുടെ ചെവിക്ക് കേൾവിയില്ല. അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പടച്ചവനെ, ഹൃദയമുണ്ടെങ്കിലല്ലേ നന്നാകാൻ പറ്റൂ. ഹൃദയമുണ്ടെങ്കിലല്ലേ കരുണയുണ്ടാകാൻ പറ്റൂ. പടച്ചവനെ, അല്ലാഹു അവരുടെ ഹൃദയം സീല് വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തേ നമ്മുടെ മക്കള് നന്നാകാത്ത? എത്ര ഉപദേശിച്ചിട്ട് എന്ത് പറഞ്ഞിട്ട് എന്തേ ഉസ്താദെ കരിമ്പാറയെ പോലെ ആയവൻ? എന്തേ? അതിന്റെ കാരണം അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചു, അവരുടെ ഹൃദയം അല്ലാഹു സീലു വെച്ചു. ഇനി ഒരു കാലത്തും ആരെന്ത് പറഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ കയറൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ കേട്ടിട്ട് നന്നാകാത്തെ. ഒറ്റ ആയത്ത് കേട്ടപ്പോ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഒറ്റ ആയത്ത് കേട്ടപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് നന്നായി. ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങളെ കൊല്ലാൻ വന്ന ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ, നബിതങ്ങളെ കൊല്ലാൻ തയ്യാറായ ആ മനുഷ്യൻ യമനിലെ ഭരണാധികാരിയായ സുമാമ പോലും നന്നായി. പക്ഷേ താടിയും തഴമ്പുള്ള ഞാനും നിങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മാറ്റം വരുത്തും, ജീവിതത്തിൽ മാറ്റം വരുത്ത് നന്നാകാൻ തീരുമാനിക്കും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നു, ഏക സിവിൽ കോഡ് വന്നു, തലാഖ് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഇപ്പം അവസാനം വഖഫ് വരെ എത്തി. ഇപ്പോഴും നമ്മൾ ഇങ്ങനെ നടക്കുകയാ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എന്തേ ഇതൊക്കെ ഇങ്ങനെ? നിങ്ങൾ ചോദിക്കാറില്ലേ എന്തേ ഇങ്ങനെ? എടാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം യജമാനം പറയുന്നത് അടിമ കേട്ടാൽ അവന് നല്ലതാ. മുതലാളി പറയുന്നത് തൊഴിലാളി കേട്ടിയാൽ മുതലാളിക്ക് എപ്പോഴും ഇഷ്ടവാ. തൊഴിലാളിക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കും മരണം വരെ ഒരു പ്രശ്നവുമില്ലെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയിട്ട് നടന്ന വേലി ചാടുന്ന പശുവിന് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ ബാക്കി പറയണില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മാറ്റം വരുത്ത് നന്നാകുക. അൽഹംദുലില്ലാഹ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യ്. എൻ്റെ കഴിച്ച ഗുളികയുടെ പവർ കഴിഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസിലെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ പാപങ്ങളും അള്ളാഹുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തു പിരിഞ്ഞൂടെ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, പിരിഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? നാളെ വഴുതില്ല. ഇവിടെ അങ്ങനെയല്ലേ? ഒരു ദിവസം വഴുത്, ഒരു ദിവസം റെസ്റ്റ്, ഒരു ദിവസം വഴുത്, അടുത്ത ദിവസം റെസ്റ്റ്. കൊള്ളാം, അൽഹംദുലില്ലാഹ്, നല്ല പരിപാടിയാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും നിങ്ങളെ അവർ പരിഗണിച്ച ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ശരിയാ, 12 മണി വരെ വഴുതും കേട്ടിട്ട് ഉറക്കം കളയണ്ടല്ലോ, ഒരു ദിവസം റെസ്റ്റ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, റെസ്റ്റ് ആയി പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ ആരൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ. ഇപ്പൊ ഒന്ന് ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് പൊക്കൂടെ? പറകാക്കാമാരെ തൗബ ചെയ്തിട്ട് പൊക്കൂടെ? എന്താ താത്താമാരെ, തൗബ ചെയ്തൂടെ? അപ്പൊ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കാൻ ഖുർആൻ ഒരു വഴി പറയുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊരു 3 ആയത്ത് പറഞ്ഞു തരാം. ആ ആയത്ത് പാരായണം ചെയ്താൽ ഇന്ന് ഉമ്മ പ്രസവിച്ചതുപോലെ ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ ഇവിടെ നിറങ്ങിപ്പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് പേര് ഞാൻ ഈ വർഷം നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഞാൻ ഈ വർഷം എൻ്റെ കുടുംബവുമായിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാം ഇരുത്തതാണ്. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. ഹജ്ജിന് പോകാൻ ഒരുപാട് പേര് 40,46,000 പേര് പ്രൈവറ്റിൽ പോകുന്നവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു എല്ലാവരുടെയും യാത്ര അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്തൂടെ? ഉറക്കപ്പറ. ദുആ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് കൈപൊക്കിക്ക് തൗബ ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ. എന്നിവിടെ അരക്കയ്യന്മാരുണ്ടോ അപ്പൊ ഇവിടെ? പൊക്കിയ വളയും മോതിരൊക്കെ ഉണ്ട് കേട്ടാ. അള്ളാഹുവെ, ആരൊക്കെ ഈ മജ്ലിസിലിരുന്ന് കൈവക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. മക്കത്ത് ചെന്നിട്ട് വയറ് നിറച്ച് സംസം വെള്ളം സ്വന്തം കൈ കൊണ്ടെടുത്ത് കുടിക്കാൻ ഈ കൈവക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബിതങ്ങളെ കണ്ട് മലക്കുകളെ സാക്ഷിയാക്കി ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ, ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ തമ്പുരാനെ. ആ കൈ പൊക്കാത്തവനെ ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. പൈസ വല്ലതും ചോദിച്ചോ? തൗബ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഉസ്താദെ, ഞാൻ മതകളകിയ ആന വന്നപ്പോഴും നെഞ്ചു വിരിച്ചിരുന്നവനാന്ന് പറഞ്ഞവൻ ഒന്നുകൂടെ കൈപൊക്കിക്കേ. ഒന്നുകൂടെ കൈപൊക്കിക്കേ. രണ്ടാമത് ചാൻസ് ഇല്ല. ഇനി പൊക്കാത്തവരാരും പൊക്കണ്ട. അള്ളാഹു നമ്മളെ അതവരെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചിലതങ്ങനെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ തൗബ ചെയ്യാൻ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബേന്ന് എവിടെ പോവാടാ? 27-ാം രാവിലെ എടുത്തും കുളിച്ചൊരുങ്ങി പോകുന്നത് എവിടെ? തൗബ ചെയ്യാൻ പോവാ. ഇത് അന്ന് മാത്രം കെട്ടിട സാധനം തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാത്താൻ നിനക്ക് നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ സാധനം ചെയ്തിട്ടുണ്ടോ? തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? തൗബ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിലവിളിക്കല്ല തൗബ എന്ന് പറയണേ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് എങ്ങനെയാണ് അള്ളാന്റെ അടുക്ക പറയേണ്ടതെന്ന് പോലും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മളെല്ലാം കുത്തുബുൽ അഖ്താബ് വരെ പഠിക്കുന്ന നടക്കാം. നമ്മൾ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. ചുമ്മാതെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം ഒന്നും പുറത്തു വരില്ല. അള്ളാഹ് തൗബ ചെയ്യേണ്ട രീതിയിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എങ്ങനെ തൗബ ചെയ്യാം? ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചങ്ങാതി എതിരെ ഇങ്ങനെ നടന്നു വരുന്നു. രണ്ടുപേരും മുഖാമുഖം കണ്ടു. ഉമർ തങ്ങൾ അയാളെയും കണ്ടു, അയാൾ ഉമർ തങ്ങളെയും കണ്ടു. അയാളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവേ, എന്തേ വിറയ്ക്കാൻ കാരണം? 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. അപ്പോഴാ ഉമർ വരുന്നേ. ഖലീഫയാണ് ഉമർ. അള്ളാഹുവേ, ഉമറിന്റെ കയ്യിൽ കിട്ടിയ വെറുതെ വിടൂല. ഈ ചങ്ങാതി ഇങ്ങനെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഇയാൾക്കറിയാം ഉമറിന്റെ മുമ്പിൽ പോയ രക്ഷപ്പെടൂല. ഉമർ വിചാരിച്ചിരിക്കണത് ഈ ചങ്ങാതി നല്ല ആളാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ 2 കണ്ണു അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്തത് പാപമാണ്, ഞാൻ സമ്മതിച്ചു പടച്ചവനെ. അള്ളാഹുവേ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ. റാഫി എന്താടാ അതൊക്കെ ഉടക്കെ നടക്കണേ? ഇരിക്കട ചങ്ങാതി, നീ ഇവിടെ കൊളസ്ട്രോൾ പറയാനുള്ള നടത്താൻ തോന്നുന്നു. അൽഹംദുലില്ലാഹ് 4 പെമ്മക്കളെങ്ങാണ്ട്, 4 പിള്ളേരല്ലേടാ റാഫീനൊക്കെ. അള്ളാഹുവിനെ അവന്റെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. 4 പിള്ളേരെ കാര്യം പറഞ്ഞ പോയ പോക്കണ്ട നമ്മുടെ കൂട്ടുകാരനാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാന് ഇന്നത്തോടെ ഈ പണി നിർത്തും, പക്ഷെ ഉമറിന്റെ മുമ്പിൽ തന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ ഇത് പറഞ്ഞുകൊണ്ട് നടന്നു വരികയാ. ഉമർ തങ്ങൾ ചോദിച്ചു, അസ്സലാമു അലൈക്കും. എവിടെ പോയതാ? കയ്യിലെന്തായിരിക്കണേ? ഒരൊറ്റ ചോദ്യം. ഇയാൾ എന്ത് ചെയ്യുന്നവനെ കണ്ണ് തുറന്നിട്ട് സലാമൊക്കെ മടക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. മൃതങ്ങൾ എന്താ കള്ളുകുപ്പി പോലെ ഇരിക്കുന്നു. പിടിച്ചു തുറന്നു നോക്കിയപ്പോൾ ആ കള്ളു സുറുക്കയായി മാറി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് കള്ളു സുറുക്കയായി മാറിയടോ. എങ്ങനെ? ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്.
അല്ലാ ഇനി തൊടില്ല, അല്ലാ ഇനി ചെയ്യില്ല, അല്ലാ ചെയ്ത തെറ്റ് ഞാൻ സമ്മതിച്ചു പടച്ചോനെ. അതിനാണ് തൗബ എന്ന് പറയുന്നത്.